ഒരാൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആകുന്നത് എപ്പോഴാണ്? ഉത്തരത്തിന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലേക്ക് നമുക്കൊന്ന് പോകണം. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: അവൾ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അതുകൊണ്ട് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഇതാകട്ടെ. നീ ഭാഗ്യവാനാകണമെങ്കിൽ, നീ ഭാഗ്യവതി ആകണമെങ്കിൽ എളിമയെന്ന പുണ്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. പരിശുദ്ധ അമ്മയെപ്പോലെ തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരു മറിയത്തെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഒരുപക്ഷേ തനിക്കെല്ലാവരും പാദസേവ ചെയ്യട്ടെ, കാരണം ഞാനാണ് ദൈവത്തിൻ്റെ പുത്രൻ അമ്മയാകാനായിട്ട് വിളിക്കപ്പെട്ടത് എന്ന് വേണമെങ്കിൽ അമ്മയ്ക്ക് ചിന്തിക്കാമായിരുന്നു. തന്നേക്കാൾ ശ്രേഷ്ഠയായി മറ്റുള്ളവരെ കരുതാനുള്ളൊരു മനസ്സ് അമ്മയ്ക്കുണ്ടായിരുന്നു. നമ്മളും ജീവിതത്തിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും സാധിക്കുമ്പോൾ നമ്മളെയും സ്വർഗം വിളിക്കും ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.